നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിന്റെ കന്നിയോട്ടം തിങ്കളാഴ്ച നടന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ MP NK പ്രേമചന്ദ്രൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുനലൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2014 ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ 3-ന് തുടങ്ങും. മന്ത്രി KM മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പിടികൂടുന്ന ലഹരി വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം മറിച്ചു വിൽക്കുന്ന തെന്മല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI രംഗത്ത്. കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ അനുവദിക്കപ്പെട്ട പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിന്റെ കന്നിയോട്ടം തിങ്കളാഴ്ച നടന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ MP NK പ്രേമചന്ദ്രൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ UPA സർക്കാരിൽ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയും അതോടൊപ്പം തന്നെ ആ സംരംഭം സാധ്യമാക്കുന്നതിന് അനുരോധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അന്നത്തെ ലോക്സഭാംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ N പീതാംബരക്കുറുപ്പ് അവരുടെയും കൃത്യമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ അനുമോദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു തീവണ്ടി സർവീസാണ് മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഔപചാരികമായി തുടക്കം കൊടുക്കുന്നത്. ഈ സർവീസ് ആരംഭിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് വർക്കല ശിവഗിരിയുടെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് വർക്കലയിൽ ഒരു സ്റ്റോപ്പ് അനുവദിച്ചതൊഴിച്ചാൽ പരവൂര്, മയ്യനാട്, കഴക്കൂട്ടം, പേട്ട തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി വ്യാപകമായി തന്നെ ആ പ്രദേശത്തുണ്ട് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായും പുനലൂരിൽ നിന്ന് കൊല്ലം വരെയുള്ള കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാസമയം തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സൗകര്യപ്രദമായ നിലയിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, മുൻ MP N പീതാംബരക്കുറുപ്പ്, അഡ്വക്കേറ്റ് K രാജു MLA, നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ്, മധുര ഡിവിഷണൽ മാനേജർ AK റസ്തോഗി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം പുനലൂർ സ്റ്റേഷനിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 3ാമത്തെ ട്രെയിനാണ് ഇത്. ഇതിനു മുൻപ് സർവീസ് ആരംഭിച്ച പുനലൂർ ഗുരുവായൂർ പാസഞ്ചർ നല്ല വരുമാനത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആശംസാ പ്രസംഗത്തിനിടെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നിലവിൽ ഗേജ് മാറ്റം നടക്കുന്ന പുനലൂർ ചെങ്കോട്ട പാതയുടെ പണി വൈകാൻ കാരണം ബജറ്റ് തുക വെട്ടിക്കുറച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. 2011 പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്കുള്ള 2010 കൊല്ലം പുനലൂർ പണി പൂർത്തീകരിച്ച് 4 ട്രെയിൻ ഓടി തുടങ്ങിയത്. 2012 പുനലൂർ ടു ചെങ്കോട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2014 മാർച്ചിലാണ് ഇതിന്റെ ടാർഗറ്റ് നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ 2014 പൂർത്തിയാകാൻ പോകുന്നു. എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഈ നിർമ്മാണത്തിന് മൊത്തം റെയിൽവേ എസ്റ്റിമേറ്റ് ചെയ്തത് 400 കോടിയാണ്. 400 കോടി രൂപയിൽ 400 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. പക്ഷേ ഫണ്ടിന്റെ അഭാവം മൂലം നമ്മുടെ ഈ ഗേജ് കൺവേർഷൻ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നമുക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വർഷത്തെ റെയിൽവേ ബജറ്റില് 90 കോടിയാണ് റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ഗേജ് കൺവേർഷൻ നിർമ്മാണത്തിന് വേണ്ടി 90 കോടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ 35 കോടി രൂപ മാത്രമേ ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫണ്ടിന്റെ അപര്യാപ്തതയും നമ്മുടെ ഗാർഡ് സെക്ഷൻ ടണലിന്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. 2015 റെയിൽവേ ബജറ്റിൽ 100 കോടി രൂപയും 2016 റെയിൽവേ ബജറ്റിൽ 100 കോടി രൂപയും ലഭിച്ചാൽ മാത്രമേ 2017 ഈ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് റെയിൽവേയുടെ നിലപാട്. ഇപ്പോൾ കേരളത്തിൽ രണ്ട് ഗേജ് മാറ്റ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. പാലക്കാട് പൊള്ളാച്ചി, 2 പുനലൂർ പുനലൂർ ചെങ്കോട്ട. പാലക്കാട് പൊള്ളാച്ചി നിർമ്മാണം അതിന്റെ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഗേജ് കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൊള്ളാച്ചി പുനലൂര് ചെങ്കോട്ടയ്ക്കുള്ളതാണ്. കോടി നായ്ക്കരൂർ ഉണ്ടെങ്കിലും
പ്രയോറിറ്റി പിന്നെ പുനലൂർ ചെങ്കോട്ടയ്ക്ക് വരും. അപ്പൊ കുറെ കൂടി ഫണ്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പുനലൂരിൽ നിന്ന് രാവിലെ 6:15 ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. 1:05 കന്യാകുമാരിയിലെത്തും. തിരികെ കന്യാകുമാരിയിൽ നിന്ന് 2:35 പുറപ്പെടുന്ന ട്രെയിൻ 8:10 പുനലൂരിലെത്തും. കുര, കുണ്ടറ ഈസ്റ്റ്, പരവൂർ എന്നീ സ്റ്റേഷനുകളിൽ തീവണ്ടിക്ക് സ്റ്റോപ്പില്ല. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ തീവണ്ടിയുടെ ആദ്യ യാത്ര. ഉദ്ഘാടന ചടങ്ങിൽ റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയെ ക്ഷണിച്ചില്ല എന്നാരോപിച്ച് പുനലൂരിലെ BJP പ്രവർത്തകർ ട്രെയിനിന് ആരതിയൊഴിഞ്ഞ് തേങ്ങയടിച്ചു. ഉദ്ഘാടന വേദിയിൽ കയറി ജനകീയ ഉദ്ഘാടനവും നടത്തി. നമ്മുടെ ഈ മേഖലയില്, നമ്മുടെ പുനലൂരിൽ ഈ വികസനം കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ പിതൃത്വവും ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയൊരു മണ്ഡ ശിരോമണിയായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അവതരിച്ചിരിക്കുകയാണ്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിൽ UPA ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ്, സോണിയ ഗവൺമെന്റ് കൊടുത്ത അന്ന് ബഡ്ജറ്റിൽ വെച്ചിരുന്ന ഈ പറയുന്ന പുനലൂർ കന്യാകുമാരി ട്രെയിൻ 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷത്തിനിടയ്ക്ക് ഈ മണ്ഡ ശിരോമണിക്ക്, ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ഈ ട്രെയിൻ കൊണ്ടുവരാൻ സാധിച്ചില്ല. നമ്മുടെയൊക്കെ വികസന നായകനായിട്ടുള്ള, നാടിനെ ഒന്നായി കാണുന്ന, രാഷ്ട്രത്തെ ഒന്നായി കാണുന്ന നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ നടപ്പിലാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ MD രമേശിന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയാണ് ഈ പറയുന്ന അടിയന്തരമായിട്ട് പുനലൂർ കന്യാകുമാരി ട്രെയിൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലാതെ ഈ പറയുന്ന 8 മാമോനെ കാണാൻ സുന്ദരയിൽ ഈ സൗന്ദര്യമുള്ള കുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർ പറയാതെ എന്റെ കൊച്ചാണ്, അതേപോലെ പറയുന്നത് ഈ 8 മാമോന്. അതും പോട്ടെ, ഇവിടുത്തെ കോൺഗ്രസിന്റെ ആൾക്കാർക്ക് നാണമില്ല. ഈ കോൺഗ്രസിന്റെ ആൾക്കാർക്ക് കൊടിക്കുന്നിലും MP N പീതാംബരക്കുറുപ്പും വേദിയിലെത്തിയ സമയത്താണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ താൻ മന്ത്രിയെ ക്ഷണിച്ചതാണെന്നും തിരക്കു കാരണം മന്ത്രിക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നുവെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2014 ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ 3-ന് തുടങ്ങും. മന്ത്രി KM മാണിയാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പ്രസക്ത ഭാഗങ്ങൾ: 3-ന് രാവിലെ 9 മണിക്ക് ബഹുമാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ SJ മോഹൻ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. 11 മണിക്ക് ആരാധനായ KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാരതീപുരം ശശി വ്യാപാര വിപണന മേള ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 മണിക്ക് ബഹുമാനായ MLA അഡ്വക്കേറ്റ് K. രാജു സ്നോ വേൾഡ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സെപ്റ്റംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ടാണ് കുടുംബശ്രീ വാർഷികവും അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയും. കൃത്യം 4 മണിക്ക് TB ജംഗ്ഷനിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുക. ഘോഷയാത്രയിൽ കുടുംബശ്രീ പ്രവർത്തകർ കൂടാതെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും എല്ലാം പങ്കെടുക്കും. ആ ഘോഷയാത്ര സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ 101 വിദ്യാർത്ഥിനികൾ അണിനിരക്കുന്ന തിരുവാതിര കളിയോടുകൂടി ഓണം ഫെസ്റ്റിവലിന്റെ കലാപരിപാടികൾ ആരംഭിക്കും. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണിയാണ്. ആ യോഗത്തിൽ അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ IAS ലഭിച്ച ശ്രീ PK കൃഷ്ണപ്രസാദ്, അതുപോലെ രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച G. മധുസൂദനൻ നായർ ഫയർഫോഴ്സിലെ ഫയർമാനാണ്. എക്സൈസ് CI താജുദ്ദീൻ കുട്ടി സാറ് തുടങ്ങിയിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭ്യമായി 3 പേർക്കും ഈ യോഗത്തിൽ സ്വീകരണം നൽകും. ആ യോഗത്തിന് ശേഷം പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമിയുടെ മെഗാ ഷോയും ഉണ്ടായിരുന്നു. 5-ാം തീയതി അധ്യാപക ദിനമാണ്. അധ്യാപക ദിനത്തിന്റെ അന്ന് പുനലൂർ നഗരസഭാ മേഖലയിലെ മുഴുവൻ അധ്യാപകരുടെയും
ഒരു സംഗമം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിച്ചവരും സർവീസിൽ തുടരുന്നവരുമായിട്ടുള്ള മുഴുവൻ ബഹുമാന്യരായ അധ്യാപകരെയും ഈ ഗുരുവന്ദനം പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ബഹുമാനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP മുൻ കേന്ദ്രമന്ത്രിയാണ് ഗുരുവന്ദനം പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഡോക്ടർ B. സന്ധ്യ IPS ADGP ആണ് ഈ ഗുരുവന്ദനം പരിപാടിയിലെ മുഖ്യ അതിഥി. അന്നേ ദിവസം സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മെഗാ ഷോയും ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 6 മതസൗഹാർദ്ദ സമ്മേളനമാണ്. ആ മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ സെൽവിസ്റ്റൻ പൊന്നുമുത്തൻ തിരുമേനിയാണ്, ബഹുമാനായ ബിഷപ്പാണ്. ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ MM ബഷീർ, പ്രശസ്തനായ സാഹിത്യകാരനാണ്. അന്ന് വൈകിട്ട് അരിനെല്ലൂർ കരടികളി സംഘത്തിന്റെ കരടികളി, കൊല്ലം ജില്ലയിലെ അരിനെല്ലൂർ ഭാഗത്ത് നിലനിൽക്കുന്ന ഒരു പ്രാദേശികമായ നാടൻ കലാരൂപമാണ്. ആ നാടൻ കലാരൂപം അരിനെല്ലൂർ കരടികളി സംഘം വേദിയിൽ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം, അന്ന് പിന്നെ മറ്റ് കലാപരിപാടികളില്ല, അടുത്ത ദിവസം സെപ്റ്റംബർ 7 അന്ന് ഓണവിലാവ് എന്ന നിലയിലുള്ള പൊതുസമ്മേളനമുണ്ട്. ആ ഓണവിലാവിൽ ഓണ സന്ദേശം നൽകുന്നത് ബഹുമാനായ പത്തനാപുരം MLA ശ്രീ KB ഗണേഷ് കുമാറാണ്. അന്ന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭ്യമായ പ്രശസ്തനായ കാതികൻ പുനലൂർ തങ്കപ്പൻ, പുനലൂർ ബാലഭവന്റെ പ്രിൻസിപ്പൽ ശ്രീ ത്യാഗരാജൻ സാറ്, പ്രമുഖ നാടൻ പാട്ട് കലാകാരിയായിട്ടുള്ള ശ്രീ ചെല്ലമ്മ കൃഷ്ണൻ തുടങ്ങിയവരെ വേദിയിൽ ആദരിക്കും. അന്ന് പ്രശസ്ത പിന്നണി ഗായകൻ സച്ചിൻ വാര്യർ നയിക്കുന്ന മെഗാ ഷോയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പുനലൂർ നഗരസഭയിലെ കോൺട്രാക്ടർമാർ. അടുത്ത ദിവസം ചലച്ചിത്രഗാന മത്സരം, മോഹിനിയാട്ട മത്സരം, അതുപോലെ നാടോടി നൃത്തം തുടങ്ങിയിട്ടുള്ള മത്സര ഇനങ്ങളാണുള്ളത്. ചലച്ചിത്രഗാന മത്സരത്തിന്റെ പ്രത്യേകത പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ മാസ്റ്ററുടെ ഗാനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേകമായ മത്സരമാണ്. അതുപോലെ സെപ്റ്റംബർ 9 നരിക്കൽ രാജീവിന്റെ കഥാപ്രസംഗമുണ്ട്. പരിണയം എന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഗ്രാമോദ്ധാരണ കലാസമിതിയുടെ ഗാനമേളയും ഉണ്ട്. അതുപോലെ മഹാമുദ്ര എക്സ്പ്രസ് സൂപ്പർ ഡാൻസ് മെഗാ ഷോയും അന്ന് നടക്കും. സെപ്റ്റംബർ 10 കലാ സാംസ്കാരിക സംഘടനയായ കേരള ഫോക്കസ് കൾച്ചറൽ സെന്റർ അവതരിപ്പിക്കുന്ന കാവ്യ സംഗീതാമൃതം എന്ന പരിപാടിയാണുള്ളത്. കുമാരി അലീഷ ജെ എഴുതിയ ചിരാതും നെരിപ്പോടും എന്ന കവിതാ പുസ്തകത്തിന്റെ പ്രകാശനവും ഈ വേദിയിൽ നടക്കും. 6:30 മുതൽ പുനലൂർ ബാലൻ അനുസ്മരണ കാവ്യസന്ധ്യ ഉണ്ട്. ആ കാവ്യസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ PK ഗോപനാണ്. പ്രശസ്തനായ കവി അനിൽ പനച്ചൂരാനും മുരുകൻ കാട്ടാക്കടയും ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അന്നു തന്നെ ആ ചൂളംവിളികൾ മുഴങ്ങിക്കേട്ടത് എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. ഗ്രന്ഥകർത്താവ് യുവരചയിതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷാഫിയാണ്. ആ പുസ്തകത്തിന്റെ ആമുഖ പ്രഭാഷണം ശ്രീ MA രാജഗോപാൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻ, നിർവഹിക്കും. 8:30 മണിക്ക് കൊട്ടാരക്കര ആശ്രയ അവതരിപ്പിക്കുന്ന മനസ്സറിയും യന്ത്രം എന്ന നാടകവും വേദിയിൽ അരങ്ങേറും. സെപ്റ്റംബർ 11 മെഗാ ക്വിസ് മത്സരമാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വിസ് മത്സരം. വിജയമണി നൃത്തസംഘത്തിന്റെ ഡാൻസ് ഫെസ്റ്റ്, 7 മണി മുതൽ സിനിമാറ്റിക് ഡാൻസ് മത്സരം തുടങ്ങിയിട്ടുള്ള ഇനങ്ങൾ നടക്കും. സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച 4 മണിക്ക് പുനലൂർ ഗവൺമെന്റ് വെറ്ററിനറി പോളിക്ലിനിക്കിൽ പുതുതായി സ്ഥാപിക്കപ്പെട്ട സ്കാനറിന്റെയും ബ്ലഡ് ആട്ടോ അനലൈസർ ഉപകരണങ്ങളുടെയും സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ബഹുമാനായ MLA അഡ്വക്കേറ്റ് K. രാജുവാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. അന്ന് പൊതുസമ്മേളനത്തിന് ശേഷം കലയനാട് ശ്രീ കലാലയം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റ് ഉണ്ട്. സെപ്റ്റംബർ 13 ആക്ടേഴ്സ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന സോളോ ഡ്രാമ ദ പ്രീസ്റ്റ്, അതാണ് 6 മണിക്കത്തെ പരിപാടി, ആദ്യ പരിപാടി.
6:30 പുനലൂരിലെ ജവഹർ ബാലഭവനിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. അതിനുശേഷം 8 മണി മുതൽ തിരുവനന്തപുരം നാട്ടരങ്ങിന്റെ പടയോട്ടം എന്ന നാട്ടുപാട്ടുകളുടെ ദൃശ്യാവിഷ്കാരം ഉണ്ടാവും. 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നഗരസഭ പുതുതായി നിർമ്മിക്കപ്പെട്ട മഴവെള്ള സംഭരണി 50,000 ലിറ്റർ വെള്ളം ശേഖരിച്ചുപയോഗിക്കാൻ കഴിയുന്ന മഴവെള്ള സംഭരണിയുടെ ഉദ്ഘാടനം ബഹുമാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ എസ് മോഹനൻ നിർവഹിക്കും. അതിനുശേഷം പരിസ്ഥിതി സെമിനാർ വൈകുന്നേരം 6 മണിക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കും. 14-ാം തീയതി വൈകിട്ട് സാംസ്കാരിക സമ്മേളനമുണ്ട്. അതിനുശേഷം പുനലൂർ ഗ്രാമ്യ സാംസ്കാരിക വേദിയുടെ ഗ്രാമീണ സന്ധ്യ എന്ന കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഷോയുണ്ട്. സെപ്റ്റംബർ 14 അന്ന് തന്നെ നഗരസഭയുടെ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ആ വേദിയിൽ വെച്ച് നടക്കും. ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം വിതരണം ചെയ്യുന്ന 50 ലക്ഷം രൂപയുടെ പ്രോജക്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും സെപ്റ്റംബർ 14 വൈകിട്ട് വേദിയിൽ നടക്കും. സെപ്റ്റംബർ 15 സമാപന പൊതുസമ്മേളനം കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ നിർവഹിക്കും. MP അച്യുതൻ MP, KN ബാലഗോപാൽ MP, അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ MP, ശ്രീ പ്രകാശ് ബാബു XMLA തുടങ്ങി പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാർ പങ്കെടുക്കും. സമാപനത്തിൽ ഏഷ്യാനെറ്റിന്റെ മൈലാഞ്ചിയുടെ ശ്രദ്ധേയരായ സിറാജ് പയ്യോളി, ഫാസില ബാബു, ആമിദ് കണ്ണൂർ എന്നിവർ ചേർന്ന് നയിക്കുന്ന മെഗാ ഷോയും വേദിയിൽ അരങ്ങേറും. ഇത്രയും പരിപാടികളാണ് ഓണം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഫെസ്റ്റിവലിൽ കലാപരിപാടികളുണ്ട്, വിവിധ നഗരസഭാ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനമുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനം, ഘോഷയാത്ര, കവിയരങ്ങ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളുണ്ട്. വ്യാപാര വിപണന മേളയുണ്ട്. ഐസ് കേവ് എന്ന ഒരു പുതിയ ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയിലെല്ലാമുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, 6D തിയേറ്റർ, സ്നോ വേൾഡ്, മരണക്കിണർ, ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രത്യേകമായ സ്റ്റാള്, നാടൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാള്, അങ്ങനെ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ ഓണം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിടികൂടുന്ന ലഹരി വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കുന്നതിനു പകരം മറിച്ചു വിൽക്കുന്ന തെന്മല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത്. വകുപ്പുതല അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ശരൺ ശശി ആവശ്യപ്പെട്ടു. നിരോധിത പുകയില ഉത്പന്നങ്ങൾ വിറ്റതിന് പിടിയിലായ അഞ്ചൽ സ്വദേശി തെന്മല സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങൾക്കിത് എത്തിച്ചു തരുന്നത് എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. നിയമം പാലിക്കേണ്ടവർ തന്നെ ഇത്തരം നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നത് അപമാനകരമാണ്. തെന്മല സ്റ്റേഷനിലെ പോലീസുകാരുമായി ബന്ധപ്പെട്ട് നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിർത്തിയിൽ പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ മുഴുവൻ മറിച്ചു വിൽക്കുന്നതായി അറിയാൻ കഴിയുന്നു. ഇത് ചോദ്യം ചെയ്യുന്ന പൊതുപ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണ് പതിവ്. നാളെയുടെ നന്മയ്ക്കായി സർക്കാരുകൾ കൊണ്ടുവരുന്ന ഇത്തരം നിരോധനങ്ങൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി ശരൺ ശശി ആവശ്യപ്പെട്ടു. കേരള തമിഴ്നാട് അതിർത്തി പോലീസ് സ്റ്റേഷനായ തെന്മല പോലീസ് സ്റ്റേഷനിൽ പിടികൂടുന്ന ലഹരി വസ്തുക്കൾ സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അഞ്ചലിൽ പിടികൂടിയ ഒരു ലഹരി വസ്തു ആ ആൾക്കാരുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് തെന്മലയിൽ നിന്ന് പിടികൂടുന്ന ലഹരി വസ്തുക്കൾ മറ്റുള്ള പ്രാന്തപ്രദേശങ്ങളിൽ വിറ്റ് അവിടുത്തെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാശാക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരം നടപടികൾ നമുക്കറിയാം, കൊച്ചു കുട്ടികളിൽ പോലും ലഹരി വസ്തുവിന്റെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഈ ഒരു നിരോധനം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയിലേക്ക്, ഇത് കാത്തുസൂക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട പോലീസുകാർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ നടപടികൾ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കമുള്ള നിയമ നടപടികളുമായും അല്ലെങ്കിൽ സമര നടപടികളുമായും ഡിവൈഎഫ്ഐ കണ്ണൂർ ഏരിയ കമ്മിറ്റി മുന്നോട്ട് നീങ്ങുമെന്നാണ് ഈ അവസരം പറയാറ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിന്റെ കന്നിയോട്ടം തിങ്കളാഴ്ച നടന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ MP NK പ്രേമചന്ദ്രൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു.
പുനലൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റ് 2014 ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ 3-ന് തുടങ്ങും. മന്ത്രി കെ എം മാണി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പിടികൂടുന്ന ലഹരി വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കുന്നതിനു പകരം മറിച്ചു വിൽക്കുന്ന തെന്മല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്ത്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.